ബ്രാഹ്മണങ്ങൾ മുതൽ ഭഗവത്ഗീത വരെയുള്ള നീളുന്ന ഉപനിഷത്തുകളുടെ, ആരണ്യകങ്ങളുടെ, ഇതിഹാസങ്ങളുടെ, പുരാണങ്ങളുടെ, ഒരു സകല വൈദിക സാഹിത്യങ്ങളുടെ കൈകാര്യം ചെയ്തിരുന്ന സനാതന ധർമ്മത്തെക്കുറിച്ച് നമ്മൾ വൈദിക കാലം മുതൽ സുവിശേഷമായ ജീവിത രീതി സനാതനധർമ്മത്തിൻ്റെ ഒരു പേരായി മാറി. അങ്ങനെ ഹിന്ദുമതം മാറി എന്നുള്ളത് നമ്മൾ വലിയൊരു പരിധിവരെ ഈ പാരമ്പര്യത്തിൽ തുടരുന്ന ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ പറയാമെന്ന് വിചാരിച്ചത്. ഇവിടെ മനുഷ്യ ജീവിതത്തിൻ്റെ നിയന്ത്രിക്കുന്ന ശാശ്വതമായ നിയമങ്ങളെക്കുറിച്ച് മാത്രമല്ല, പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും പ്രതിപാദിക്കാനും ഒക്കെ സാധിച്ചിരുന്ന കുറേ ജനങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഈ ഭാരതീയ സങ്കല്പങ്ങളിലെ സനാതനധർമ്മത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാലത്തിനും ദേശത്തിനും സാഹചര്യത്തിനും അനുസൃതമായി സ്വയം പരിഷ്കരിക്കപ്പെടാൻ സനാതനധർമ്മം തയ്യാറാവണമെന്ന് പറയുന്നത് എപ്പോഴും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ജീവിതത്തിൻ്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ജീവിതചര്യയാണ്. അതിനാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ അത് പല മാറ്റങ്ങളും വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തമ്മിൽ കോൺട്രഡിക്ഷൻസും ചിലപ്പോൾ അന്യോന്യം രസിക്കാത്തതും ചേരാത്തതുമായ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കർമ്മവും ജ്ഞാനവും പ്രാധാന്യം നൽകിയിട്ടുള്ള സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ സ്വഭാവം കർമ്മവും അത് ജ്ഞാനത്തിലൂടെ അറിവിലൂടെ റിഫൈൻ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ജന പിന്തുണയുടെ ലോകജ്ഞാനത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ കയറിനെ പാമ്പായി തെറ്റിദ്ധരിച്ച് അതിനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്ന പാമ്പിനെ ഭയത്തോടു കൂടി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ, പാമ്പിനെ അടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് കയറിനെ അടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു റിയാക്ഷനില്ലായ്മ, ഇതിനെയൊക്കെ നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നൊക്കെ ചിന്തയിലൂടെ വസ്തുക്കളെയും ജീവനെയും ജീവനില്ലാത്തവയെയും അത് തമ്മിലുള്ള മായയെയും കൃത്യമായി വിശകലനം ചെയ്ത അറിവുകൾ നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ ഭാരതീയമായ സങ്കല്പങ്ങളിൽ ദൃഢമായിട്ടുള്ള ഒരു കർമ്മം നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ ദീർഘമായ യാത്ര ചെയ്യാൻ ഉതകുന്ന പാതയാണ് ഒരു ധർമ്മം. അതിൽ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ സംസ്കാരത്തിൻ്റെ, നിയമങ്ങളുടെ, സംസ്കൃതിയുടെ ഒരു സ്വീകാര്യതയുടെ അസ്വീകാര്യതയുടെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതിൻ്റെ സാധിക്കാത്തതിൻ്റെ ഒക്കെ കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ധർമ്മത്തെ ആളുകൾ നോക്കുന്നത് രീതിയിലും വ്യാഖ്യാനത്തിലും വ്യത്യസ്തമായിരിക്കുന്ന, അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ ഒരു മൂല്യം എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സനാതനധർമ്മം. ഇത് ജീവിതത്തിൻ്റെ രീതികളെ ഒരൊറ്റ നിർവചനത്തിൽ ഒതുക്കാൻ സാധിക്കാത്ത തരത്തിൽ വളരെ ബൃഹത്തായിട്ടുള്ളതും മനസ്സിലാക്കാൻ ഒരു ജന്മം തന്നെ സാധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മിക്കവാറും കാർമ്മികമായിട്ട് ധാർമ്മികമായിട്ട് മൂല്യങ്ങൾ സൊസൈറ്റിയിലുള്ളതല്ല, സങ്കല്പങ്ങളാണ്. ഹിന്ദുമതം ഈശ്വരൻ എന്നത് ഒരു വ്യക്തിയല്ല, ഒരു സൃഷ്ടിയല്ല, ഒരു കല്ലിലോ തൂണിലോ ഉള്ളതല്ല. ഇതൊരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ എവിടെയും കാണാൻ സാധിക്കും, എവിടെയും കാണാൻ സാധിക്കുകയുമില്ല. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന സങ്കല്പങ്ങളാണ് ഇതിൻ്റെയൊക്കെ സ്ഥായിയായ ഭാവം, രൂപം എന്ന് പറയുന്നത്. പുരുഷാർത്ഥങ്ങളും ലക്ഷണങ്ങളുമൊക്കെ ലളിത ജീവിതം നയിക്കുന്ന പ്രകൃതിയുമായി യോജിച്ചു പോകുന്ന ഋഗ്, യജുർ, സാമവേദങ്ങളുടെ പ്രതിപാദനത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്ന കാഴ്ചപ്പാടുകൾ, വൈദികമായ ജീവിത രീതിയുടെ കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമാണ്. ഇന്ന് നമുക്ക് അടുത്ത ജനറേഷൻസിന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാത്ത തരത്തിൽ ഒരു പുരുഷാർത്ഥങ്ങളുടെ അർത്ഥധർമ്മ കാമമോക്ഷങ്ങളുടെയൊക്കെ, അല്ലെങ്കിൽ കാമ അർത്ഥധർമ്മ മോക്ഷങ്ങളുടെയൊക്കെ ഒരു രസകരമായിട്ടുള്ള സങ്കല്പം വൈദിക ജീവിത ശൈലിയിൽ സനാതനധർമ്മ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി വിശദീകരിക്കാൻ നമുക്ക് സാധിക്കും. അത് എങ്ങനെയാണ്? അത് കെട്ടുപാടുകളുടെ ഇടയിൽ കാമം എന്ന ഒരു സങ്കല്പം, ആഗ്രഹം എന്ന നമ്മുടെ വാഞ്ഛ്യ എന്ന നമ്മുടെ ക്വസ്റ്റ് എന്ന കാര്യത്തിന് അർത്ഥം നൽകി എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം,
അതിനെ എങ്ങനെ അർത്ഥവത്താക്കാം, അത് ധാർമ്മികമായിട്ട് എങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷത്തെ മോക്ഷമായി കാണാൻ സാധിക്കണമെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴ്ന്നിറങ്ങി അതിൻ്റെ ഉൾപ്പരപ്പുകൾ മനസ്സിലാക്കി പരമമായ ആനന്ദം നേടാനുള്ള, ആത്മസാക്ഷാത്കാരം നേടാനുള്ള, ഈശ്വരനെ അറിയുവാനുള്ള, ഈശ്വരനുമായി യോജിക്കാനുള്ള സമാധി എന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുന്ന ഒരു ജീവിത പാത ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ആത്മീയ പാതയുടെ പരമമായ സത്യത്തിൻ്റെ അൾട്ടിമേറ്റ് ട്രൂത്തിൽ എത്തിച്ചേരാൻ സനാതനധർമ്മം നമ്മളെ പ്രാപ്തരാക്കണമെങ്കിൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഈ ചിന്തകളെ കാണാൻ സാധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാൻ.